പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 18:35, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, നീ വിചാരിക്കുന്നതും നീ ചിന്തിക്കുന്നതും ഈ വ്യക്തിയുടെ ആ വ്യക്തിയുടെ വാത്സല്യം കരുതൽ എന്നെ വലിയവനാക്കും. അദ്ദേഹം എന്നെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാത്സല്യം കിട്ടിയിരുന്നെങ്കിൽ, എന്നെ വളർത്താൻ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും സാന്നിധ്യം എന്നെ വലിയവനാക്കുമായിരുന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ സങ്കീർത്തകൻ പറയാം, എനിക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ വാത്സല്യം, അങ്ങയുടെ വാത്സല്യം, ഒരു അമ്മയേക്കാൾ വാത്സല്യം കാണിക്കുന്ന നിന്റെ കരുതലാണ് എന്നെ വലിയവനാക്കിയത്. നമുക്ക് അവസാനിപ്പിക്കാം വാത്സല്യങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന് തേടുന്നത് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ മൃദുല ഹൃദയത്തിൻ്റെ വാത്സല്യം നിന്നെ വലിയവനാക്കും, ആക്കിയിരിക്കും. കർത്താവ് വാത്സല്യത്തോടെ തൊട്ടവർ ആരാ തകർന്നത്? കർത്താവിൻ്റെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 ആത്മാവിനെ തൊടട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.